കാണം വിറ്റും ഓണം ഉണ്ണണം എന്നല്ലേ പറയാറ്. അങ്ങനെ ഓണം ആകുമ്പോഴേക്കും നമുക്ക് ചെയ്തു തീർക്കാനായി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓണക്കോടി എടുക്കണം, പിന്നെ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കണം, പിന്നെ അമ്മയും പൊന്നും കുറേ ദിവസമായി പറയുന്നു ഒന്ന് ഔട്ടിങ്ങിൽ പോകണം, വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഇന്നതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ലുലുവിലെത്തി. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയതും മാമി നേരെ സ്റ്റേഷനറി സാധനങ്ങളുടെ അടുത്തേക്കാണ് ഓടിയത്. ഞാൻ നേരെ ഗ്രോസറി സെക്ഷനിലേക്കും. അവിടുന്ന് നേരെ ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് സെക്ഷനിലേക്ക് വന്നു. ലൊങ്കൻ എന്നാണെന്ന് തോന്നുന്നു ഈ ഫ്രൂട്ടിൻ്റെ പേര്. ഇത് നമ്മൾ തായ്ലൻഡ് പോയപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എവിടെ നിന്ന് കണ്ടാലും നമ്മളിത് മേടിക്കും. ബിങ്കോ ഒന്നും ശരീരത്തിന് അത്രയും നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറില്ല. മന്ത്ലി വൺസൊക്കെയാണ് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വന്നപ്പോഴേക്കും എല്ലാവർക്കും ചെറുതായി വിശപ്പൊക്കെ തുടങ്ങിയിരുന്നു. ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ തന്നെ ചെറിയൊരു ഫുഡ് കോർണറും ലൈവ് കിച്ചണും ഉള്ളതുകൊണ്ട് ചാറ്റും പാവുഭാജിയും കഴിച്ച് തൽക്കാലം ഞങ്ങൾ വിശപ്പടക്കാമെന്ന് കരുതി. ചാറ്റ് കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ച ഫുഡിൻ്റെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ നേരെ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയയിലേക്ക് പോയി. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും സൈത്തച്ഛന് വേറൊരു അജണ്ട ഉണ്ടായിരുന്നു. ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പുറകെയായി പിന്നെ ഞങ്ങൾ ആ വണ്ടിയൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് അതിൽ ഞങ്ങൾ ബാക്കിൽ കയറിയിരുന്നു. എന്നിട്ട് പിന്നെയാണ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. പിന്നെ ആമിക്കും പൊന്നൂനും വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 1-2 ഷോപ്സിലൊക്കെ കയറി അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ചു. നമ്മുടെ ഈ ഷോപ്പിങ്ങിൻ്റെ ലിസ്റ്റിൽ 2 വയസ്സുള്ള കുട്ടി മുതൽ 80 വയസ്സുള്ള ആൾ വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇറങ്ങിയാൽ ഈ ഷോപ്പിംഗ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് തീരില്ല. നമ്മളൊരു 2-3 ദിവസമെങ്കിലും ഇറങ്ങിയാൽ മാത്രമേ എല്ലാവർക്കുമുള്ള ഓണക്കോടിയും സാധനങ്ങളും എല്ലാം മേടിക്കാൻ പറ്റുള്ളൂ. ഇത് എല്ലാ വർഷവും വരുന്ന സ്ഥിരമായ ഏർപ്പാടാണ്. ഒരു 2 ദിവസം അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അവിടുന്ന് ഞങ്ങൾ നേരെ ഖാദി ഷോറൂമിലേക്കാണ് വന്നത്. ഇവിടുന്ന് അമ്മയ്ക്ക് 2 സാരിയും ആലപ്പുഴയിലെ അച്ഛന് ഷർട്ട് പീസുകളുമാണ് എടുത്തത്. മൾബറി സിൽക്ക് സാരിക്കൊക്കെ ഒരു 7,000-8,000 ഒക്കെ ആയിരുന്നു റേഞ്ച് വന്നിരുന്നത്. പിന്നെ ആകെ ഒരു 3 കളർ മാത്രമേ അവിടെ സെലക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതുമാത്രമല്ല, ഒരു 8,000 റേഞ്ചിൽ ഒരു ഓണ സാരിക്ക് വേണ്ടിയിട്ട് മുടക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നുകൊണ്ട് അത് നമ്മൾ മേടിച്ചില്ല. ഒരു കോട്ടൺ സാരിയും അതേപോലെ അജ്രക്കിൻ്റെ ഒരു വെറൈറ്റി സാരിയുമായിരുന്നു മേടിച്ചിരുന്നത്. അത് രണ്ടും വർത്ത് ബൈയിങ് ആയി തോന്നി. നല്ല ഡിസ്കൗണ്ട്സും ഉണ്ടായിരുന്നു. ഓണമാണ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഏകദേശം ഒരു 30% ഡിസ്കൗണ്ട് റിബേറ്റ് നൽകുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയുള്ള പർച്ചേസ് അല്ല എങ്കിലും നമ്മളൊരാൾക്ക് വാങ്ങിച്ച് ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഓരോ സാരികളും എനിക്ക് വെച്ച് നോക്കി അത് ഓക്കെ ആണ് എന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ 2 എണ്ണം വാങ്ങിച്ചത്. അങ്ങനെ ഇവിടുന്ന് 2 സാരികളും 2 ഷർട്ട് പീസുകളും മേടിച്ചു. ഷോപ്പിൻ്റെ വെളിയിലായിട്ട് കുഞ്ഞ് മൺകലങ്ങളും ചിരട്ട കൊണ്ടുള്ള കുഞ്ഞ് തവികളും ഒക്കെ കണ്ടപ്പോൾ അമ്മയ്ക്കത് വാങ്ങിക്കാൻ ഒത്തിരി മോഹമായിട്ട് അങ്ങനെ ഞങ്ങൾ അതും മേടിച്ചു. അവിടുന്ന് നേരെ തൊട്ടടുത്തുള്ള വേറൊരു ടെക്സ്റ്റൈലിലേക്കാണ് പോയത്. അവിടുന്ന് ആലപ്പുഴയിലെ അമ്മയ്ക്കുള്ള ഒരു സാരിയും പിന്നെ ഒരു ചുരിദാറും കൂടെ മേടിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി, നന്നായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാണ് അതും മേടിച്ചത്. അപ്പോഴേക്കും തന്നെ ഏകദേശം 3:30 അടുത്തിരുന്നു ടൈം. പിന്നെ ഞങ്ങൾ നേരെ അടുത്തൊരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാറുള്ള അപ് ടൗണിലേക്ക് വന്നു. പിന്നെ ലഞ്ചൊക്കെ അവിടുന്ന് കഴിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ഈ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.